സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ദേവി നാരായണി നമസ്തുതേ. രാമകൃഷ്ണായ. ശരിക്കും പക്ഷേ ഞാനിപ്പോൾ ഈ ഗൃഹസ്ഥ ശിഷ്യന്മാരെന്നുള്ള ആ വിഷയം ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഈ ഗൃഹസ്ഥ ശിഷ്യന്മാരെന്നുള്ളൊരു സംവിധാനം ഭാരതീയ ഋഷിസങ്കല്പങ്ങളെല്ലാം തന്നെ ഗൃഹസ്ഥമാണ്. അതുകൊണ്ടാണ് ഈ ഗൃഹസ്ഥ ആശ്രമം എന്ന വാക്ക് തന്നെ വളരെ പ്രശസ്തമായി തീർന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഗൃഹസ്ഥനും ആശ്രമവും രണ്ടായിട്ട് തോന്നുന്നുകൊണ്ടാണ്. ഈ ഗൃഹസ്ഥൻ്റെ ശ്രദ്ധ കൊണ്ട് സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ വീടെന്ന് പറയുന്നത്. അതാണ് ഈ ഗൃഹസ്ഥ ആശ്രമം എന്ന് പറയുന്നത്. അവിടെ ഗൃഹസ്ഥൻ ഒരു പ്രത്യേകമായൊരു ശ്രമം നടത്തിക്കൊണ്ടാണ് ജീവിക്കേണ്ടതെന്നുള്ളതാണ് ഈ ആ ശ്രമം എന്ന് വന്നത്. ഈ ആ ശ്രമം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ ജനസമൂഹത്തിലെ ജനസാമാന്യത്തിൻ്റെ ഒരു ശ്രദ്ധ ആ ഈശ്വര സാക്ഷാത്കാരത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ആശ്രമത്തിൽ ശ്രദ്ധ വരണം. അല്ലാതെ സന്യാസിയുടെ ശ്രദ്ധ മാത്രം പോരാ. സന്യാസി വളരെ അപൂർവമായിട്ടുള്ള അനുഭവമാണ്. ഇപ്പോൾ സാധാരണമായ അനുഭവമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ അനുഭവത്തിൽ ഈ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നതാണ് ആശ്രമത്തിൻ്റെ ധർമ്മം. ഈ ആശ്രമധർമ്മം എന്ന വാക്ക് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചിരുന്നത് ഗൃഹസ്ഥാശ്രമികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മമാണ് ഈ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളത് തന്നെ നമ്മുടെ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരുന്നു. കാരണം ജനസാമാന്യം ഇത് ഉൾക്കൊള്ളാത്തിടത്തോളം കാലം അതിന് നിലനിൽപ്പുണ്ടാവില്ല. അത് സന്യാസാശ്രമങ്ങളിലോ അല്ലെങ്കിൽ സന്യാസിമാരുടെ ജപധ്യാനാദികളിലും തപസ്സുകളിലും ഇത് സംരക്ഷിക്കപ്പെടും എന്നുള്ളത് ശരിയാണെങ്കിലും അത് പൂർണ്ണമായി അനുഭവവേദ്യമാകേണ്ടത് സർവ്വസാധാരണമായ ആളുകളിലാണ്. അത് അനുഭവപ്പെടേണ്ട സ്ഥലമെന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിൽ ഇത് നിലനിൽക്കുന്നതിൻ്റെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പാരസ്പര്യമാണ് അതിനകത്തെ ഘടകം. ഈ പാരസ്പര്യം സ്വന്തം കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുമ്പോഴാണ് ഈ പാരസ്പര്യം പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലയിലും വരും. ജോലിസ്ഥലത്താണെങ്കിലും ശരി, വിദ്യാഭ്യാസത്തിലാണെങ്കിലും ശരി, പൊതുപ്രവർത്തനമാണെങ്കിലും ഈ പാരസ്പര്യം ഉണ്ടാവും. ഈ പാരസ്പര്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ ആ പാരസ്പര്യത്തിൻ്റെ ലക്ഷ്യം ഭഗവത്ഗീത സ്വാമിജി പറഞ്ഞ പോലെ പാരസ്പര്യത്തിൻ്റെ കൃത്യമായ ഒരു വിശദീകരണം ഭാരതീയ ആചാര്യന്മാർ പ്രത്യേകിച്ച് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ തരുന്നു. ഈ പാരസ്പര്യം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ശ്രേയാം പരമവാപ്സ്യത, ശ്രേയസ്സിലേക്ക് എത്തുക. അപ്പോൾ അവിടെ തെറ്റുപറ്റിയിട്ടില്ല. അപ്പോൾ പരസ്പരം സഹകരിക്കേണ്ടത് കുടുംബത്തിലുള്ളവരെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്, അല്ല പ്രേയസ്സിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ പാരസ്പര്യം കുടുംബത്ത് തന്നെ ഉണ്ടാകേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, പ്രേയസ്സല്ല. എന്താ ശ്രേയസ്? ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെയാണ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, അത് വീട്ടിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ആളുകൾ പാരസ്പര്യത്തോടെ പ്രവർത്തിക്കേണ്ടി വരുന്നു. ഈ പാരസ്പര്യം വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, വ്യക്തികൾ തമ്മിലുള്ള പാരസ്പര്യത്തെക്കാൾ ഉപരി ഈശ്വരനും ഈ ഓരോ ജന്മവും ഈശ്വരനുമായിട്ടൊരു പാരസ്പര്യമുണ്ട്. നമുക്കുള്ള പാരസ്പര്യം ഈ പ്രകൃതിയോടൊരു പാരസ്പര്യമുണ്ട്. ഈ പാരസ്പര്യത്തെയാണ് യജ്ഞം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പാരസ്പര്യമാണ് ഭഗവത്ഗീത കൃത്യമായിട്ട് പറഞ്ഞ ആ പാരസ്പര്യം. ദേവന് വേണ്ടി അങ്ങോട്ട് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ദേവനും ഇങ്ങോട്ട് ചെയ്യുന്നു. അങ്ങനെ ദേവനും മനുഷ്യനും തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ബാലൻസ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ രാമകൃഷ്ണദേവൻ പൂർണ്ണമായി ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ബോധ്യപ്പെടുത്തി തന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഗൃഹസ്ഥ ശിഷ്യൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ആ ഒരു ഗൃഹസ്ഥന്മാരുടെ ഈ പാരസ്പര്യവും ആ പാരസ്പര്യത്തിലുള്ള ശ്രേയസ്സും വളരെ വിശദമായിട്ട് അനുഭവവേദ്യമാക്കി തന്നു നമുക്ക്. അതാണ് ഏറ്റവും വലിയൊരു മാതൃക. അതാണ് ഈ ഉഷാചേട്ടൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. ആരാണ് രാമകൃഷ്ണദേവൻ എന്ന് ആരും അറിയുന്നില്ല. അങ്ങനെ രാമകൃഷ്ണദേവനെ അറിയാതെ രാമകൃഷ്ണദേവൻ്റെ പ്രഭാവത്തിൽ ജ്വലിച്ചു നിന്ന ആ തേജസ് ഇതാര് കൊളുത്തിയതാണെന്നറിയില്ല. പക്ഷേ വെളിച്ചം ഇവിടെ എത്തിയിരിക്കുന്നു. ആ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് ഈ വെളിച്ചം കൊളുത്തിയ ആളിനെ അന്വേഷിക്കുകയാണ്. അല്ലാതെ ഈ വെളിച്ചം അനുഭവിച്ചപ്പോൾ ആ വെളിച്ചത്തിന് കാരണമായത് ഏതെന്ന് അന്വേഷിക്കും സാധാരണയായിട്ട്.
ആ അന്വേഷണത്തിലാണ് രാമകൃഷ്ണദേവനെ കാണുക. അങ്ങനെയാണ് രാമകൃഷ്ണദേവനിലൂടെ എവിടേക്ക് എത്തുക? കാളിയിലേക്ക് എത്തുക, അമ്മയിലേക്ക് എത്തുക. അപ്പോൾ ഇതൊരു വലിയ അനുഭവമാണ്. അപ്പോൾ ചിലപ്പോൾ വിദേശികളായിട്ടുള്ള ആളുകൾ രാമകൃഷ്ണദേവനെ അറിഞ്ഞത് എങ്ങനെയാണ്? അതിൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ആ വിവേകാനന്ദ സ്വാമികളെ കണ്ടിട്ടാവും. അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു പ്രഭാവം നമ്മളിലേക്ക് ഇങ്ങനെ ഏത് രീതിയിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വന്ന കാര്യം ഒന്നും തന്നെ നമ്മൾ പറയുന്ന പോലെ ശ്രുതികളിലൂടെയല്ല, സ്മൃതികളിലൂടെയല്ല, പിന്നെ എന്തിൽ നിന്നാണ്? അനുഭൂതിയിൽ നിന്നാണ്. അപ്പോൾ ഈ അനുഭൂതി എന്ന വിശേഷം വേദം പഠിച്ചവൻ്റെ അനുഭൂതി അല്ലത്. വേദങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്ന മറ്റേതെങ്കിലുമായിട്ടുള്ള, അല്ലെങ്കിൽ സ്മൃതി പുരാണാദികൾ പഠിച്ചത് കൊണ്ടുമല്ല. അതാണല്ലോ പിന്നെ ശ്രുതിയും സ്മൃതി, ഇങ്ങനെ രണ്ട്, അത് അടിസ്ഥാന ഘടകങ്ങളാണ്. ഈ രണ്ട് ഘടകങ്ങളുടെയും അനുഭവ സമ്പത്തല്ല രാമകൃഷ്ണദേവൻ്റേത്. അത് അദ്ദേഹത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതൊരു അന്വേഷണമല്ല. അത് പിന്നെ പിതാമഹൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സന്യാസ പാരമ്പര്യത്തിൻ്റെ അംശം എന്നുള്ളതിൽ രാമനും കൃഷ്ണനും യോജിച്ചത് തന്നെയാണ്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ പ്രകടീഭവിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു വേദമന്ത്രത്തെ അദ്ദേഹം നേരിട്ട് പറയുന്നില്ല. പക്ഷേ വേദേതിഹാസങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ആ ശ്രേയസിൻ്റെ വഴികൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? സർവ്വസാധാരണമായ ജീവിത അനുഭവങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് എന്താ വേണ്ടത്? അവൻ അനുഭൂതിയാണ് വേണ്ടത്. ഈ അനുഭൂതിയാണ് രാമകൃഷ്ണദേവൻ്റെ സമ്പാദ്യം. ഈ അനുഭൂതി എങ്ങനെയുണ്ടായി? അനുഭൂതി അവതാരങ്ങൾ ജന്മസിദ്ധമായി കൊണ്ടുവന്ന ആ അനുഭവങ്ങളെ വെച്ചുകൊണ്ടുള്ള രീതിയിലല്ല. എന്ത് ചെയ്യുന്നു? സാധനയിലൂടെ ലഭിച്ച അനുഭവങ്ങൾ. ഇപ്പോൾ സ്വാധന അവതാരം എന്നാണ് രാമകൃഷ്ണദേവനെ പറയുക. അവതാരം അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കലിയുഗത്തിൽ രാമനും കൃഷ്ണനും ചേർന്ന് അവതരിച്ച രാമകൃഷ്ണദേവൻ എങ്ങനെയാണ് ഇതിനെ തന്നിരിക്കുന്നത്? അത് സ്വാധനയിലൂടെയാണ്. അപ്പോൾ അവതാരങ്ങളിൽ സാധന പതിവില്ല. രാമകൃഷ്ണദേവൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ശ്രീകൃഷ്ണ പരമാത്മാവിലും ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ കഥയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗുരുദേവനെ കണ്ടിട്ടുണ്ട്, പിന്നെ ഗുരുക്കന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ ഒരു സാധനാ മാർഗത്തെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സാധനാ അവതാരം എന്നാണ് രാമകൃഷ്ണദേവനെ കാണിച്ചു തന്നത്. എന്താ അതിൻ്റെ ആവശ്യം? ഇപ്പോൾ സാധനാ അവതാരത്തെ നമുക്ക് ആവശ്യം വന്നത് എന്തെന്ന് ചോദിച്ചാൽ, സർവ്വസാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജന്മത്തിൽ അനുഷ്ഠിക്കേണ്ട സാധനകളെ ബോധ്യമാക്കി, ആ സാധനകളൊന്നും തന്നെ വളരെ ക്ലിഷ്ടമെന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് എന്ന് നമ്മൾ പറയില്ലേ, കോംപ്ലക്സ് ആയിട്ടുള്ള വൈദിക പാരമ്പര്യമോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള പുരാണാധികാസങ്ങളുടെ പാരമ്പര്യങ്ങളെക്കാൾ ഉപരി നിർമ്മലമായ ശുദ്ധമായ ചെറുക പറഞ്ഞ് നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ മോഡൽ കാളീഭക്തി എന്ന് പറയുന്നതിനകത്ത് വളരെ സിമ്പിളാണ്. അതിൽ വേറെ ഒന്നും വലിയ വേദാന്തമൊന്നുമില്ല. പക്ഷെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തി സാധനയിലൂടെ സമാഹരിച്ച ആ ബോധത്തെ എന്ത് ചെയ്യുന്നു? അതിലും സർവ്വസാധാരണമായ ഭാഷയിലൂടെ സാധാരണ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവരുടെ ജീവിതത്തിൽ എന്തുണ്ടാക്കി? പരിവർത്തനം ഉണ്ടാക്കി. ആ പരിവർത്തനത്തെ ആദ്യം അനുഭവിച്ച ആളിനെയാണ് മഹാശയനായിട്ടുള്ള മാസ്റ്റർ മഹാശയനെ നമുക്ക് തന്നു. ഈ മാസ്റ്റർ മഹാശയൻ അതിലും വലിയൊരു അവതാരമാണ്. 1882 മഹാത്മാവ് അദ്ദേഹത്തെ കാണുന്നത്. ആ കാണുമ്പോൾ ഉന്നത വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ഒരാളായിട്ട് നിന്ന് ആദ്യത്തെ ദിവസത്തെ സല്യൂട്ടേഷൻ എന്തായിരുന്നു? അഭിവാദ്യം. വളരെ അയാളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അയാളുടെ യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ മഹാഗുരുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഭാവമില്ലാതെ ഒരു സൗഹൃദത്തിൻ്റെ സല്യൂട്ടേഷൻ, ഒരു അഭിവാദ്യം, അതും സ്വീകരിച്ചുകൊണ്ട് രാമകൃഷ്ണദേവൻ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു വലിയ സ്രോതസ്സിനെ കണ്ടു. നാം രൂപപ്പെടുത്തിയെടുത്ത ആ അനുഭൂതിയുടെ അനുഭവങ്ങളെ ലോകസമക്ഷം പ്രവഹിപ്പിക്കാൻ പറ്റിയ ഒരു മാധ്യമമാണ് ആ മാധ്യമം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു 4 വർഷം, 82-നും 86-നും ഇടയിൽ അദ്ദേഹം മഹാത്മാവ് സമാധിയാകുന്നതിനിടയ്ക്ക് ഒരു 4 വർഷം കിട്ടിയുള്ളൂ. ഈ 4 വർഷം കൊണ്ട് കിട്ടിയതും അനുഭവപ്പെട്ടതും പറഞ്ഞതും കേട്ടതും മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിട്ട് നമുക്കൊരു സാധനം തന്നു. അതാണ് വചനാമൃതം. അപ്പോൾ വചനാമൃതത്തിലൂടെ ഇത് നമുക്ക് തരാനായിട്ട് ഈ ലോകത്ത് വന്ന വേറൊരു മഹാത്മാവായിരുന്നു മാസ്റ്റർ മഹാശയൻ. ഈ മാസ്റ്റർ മഹാശയൻ ഏറ്റവും പ്രധാനമായി ഭഗവാനോട് പറഞ്ഞൊരു പരാതിയുണ്ട്. അതിലേക്കാണ് വരുന്നത്. എന്താ പരാതി എന്നറിയുമോ? ഞാൻ ഈ ചെയ്യുന്ന ഈ ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് ഭാര്യയുടെ സപ്പോർട്ട് ലഭിക്കുന്നില്ല.
ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ടല്ല പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ പറഞ്ഞ പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു കുടുംബത്തിൽ ആധ്യാത്മികമായ സാധനാ മാർഗത്തെ സ്വീകരിക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കും പരീക്ഷണം ഏറെ ഉണ്ടാവുക. ഞാൻ പറഞ്ഞ 60 വയസ്സിൻ്റെ ശേഷമുള്ളതല്ല, 60 വയസ്സിന് ശേഷം പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം അന്വേഷണങ്ങളിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ, ഇപ്പം ഞാനിതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ ഇത്തരം ഒരു അന്വേഷണത്തെ പോകുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പം എന്നിൽ ഒരു വ്യത്യസ്തമായ ഭാവം അവിടെ ഉണ്ട്. ഈ ഭാവം ഇല്ലാതിരുന്നു എന്നുള്ളതാണ് രാമകൃഷ്ണ ഭക്തന്മാരുടെ സമ്പാദ്യം. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അവർ എത്രമാത്രം ഭക്തന്മാരായി കണ്ടിരുന്നുവോ അത്രയും തന്നെ ഉള്ളിലും അവർ ഭക്തന്മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ ബോധത്തോടുകൂടി സന്യാസത്തിനേക്കാളും ഒരു പടി കൂടി വളർന്നവരായിരുന്നു ഗൃഹസ്ഥന്മാരെല്ലാം. ഇപ്പോൾ രാമകൃഷ്ണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന സന്യാസി സമൂഹത്തെക്കാളും, ഞാൻ പറഞ്ഞത് അവരെ അവഗണിച്ചുകൊണ്ടല്ല, സന്യാസം സമർപ്പിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുന്ന അതിനേക്കാളും ഒരു പടി കൂടി ശ്രദ്ധയോടെ ജീവിച്ചവരാണ് രാമകൃഷ്ണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരുന്ന ഗൃഹസ്ഥന്മാരിൽ അധികവും. അതാണ് രാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ബലം. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം ആരംഭിക്കുന്നത് ഈ മാസ്റ്റർ മഹാശയനിൽ നിന്നാണ്. അതൊരു തപസ്സായി അത് അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അത് രേഖപ്പെടുത്തിയപ്പോൾ എന്തായി? ഒരു മഹാ സമ്പ്രദായമായിരുന്നു. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ഈ ഗൃഹസ്ഥ ശിഷ്യന്മാരെന്ന് പറയുന്നത് അത്ര സാധാരണപ്പെട്ട വർഗമല്ല. അതൊരു പ്രത്യേക ജനുസാണ്. അങ്ങനെ ഒരു ജനുസിനെ സൃഷ്ടിച്ചില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നിവിടെയെങ്ങും ഓർമ്മയില്ല. സന്യാസത്തിനൊന്നും സാധിക്കില്ല. ഞാൻ പറഞ്ഞത് സന്യാസം സാധിക്കില്ല എന്നല്ല, അതിന് പരിമിതിയുണ്ട്. ഈ ഗൃഹസ്ഥൻ യഥാർത്ഥത്തിൽ ധാർമ്മിക ബുദ്ധിയുള്ളവനാക്കി തീർക്കുക എന്നുള്ളത് അവതാരത്തിൻ്റെ ഏറ്റവും വലിയ ഇതാണ്. അപ്പോൾ ധർമ്മ സംരക്ഷണമല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ധർമ്മ സംരക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കേണ്ടത്? എവിടെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത്? അത് പ്രവർത്തിക്കേണ്ടത് പ്രധാനമായിട്ട് ഈ കുടുംബങ്ങളിലാണ്. അപ്പോൾ ഈ കുടുംബങ്ങളിലെ ധർമ്മ സംരക്ഷണം എന്നുള്ളത് അവതാര ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാധിക്കത്തക്ക രീതിയിൽ കലിയുഗത്തിലെ അവതാരമായിട്ട് എങ്ങനെയാണ് ഭഗവാൻ വന്നത്, എന്നിട്ട് ആ അവതാരം എത്ര ഭംഗിയായിട്ട് അത് സ്വയം അനുഭവിച്ച് കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, അനുഭൂതിയാണ് അവിടുത്തെ എല്ലാത്തിൻ്റെ ആധാരം. അനുഭൂതി എന്ന് പറഞ്ഞാൽ അനുഭവം സ്വയം സാധനയിലൂടെ അനുഭവിച്ചതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പിന്നെ സംശയമില്ല. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ നാമം ജപിക്കുമെന്ന് പറഞ്ഞു, ഭക്തിയിൽ മാത്രമേ ഇത് സാധിക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഇതാ ഞാൻ ഭക്തിയിലൂടെയാണ് ഈ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്, എനിക്ക് വേറൊന്നും അധികമായിട്ടില്ലേ. അപ്പോൾ ഭവതാരിണി ദേവിയുടെ മുന്നിൽ ഞാൻ ഭക്തി മാത്രമേ പ്രകടിപ്പിച്ചുള്ളൂ, എനിക്ക് വേറൊന്നുമില്ല. ഇപ്പോൾ കുടുംബപരമായി നിങ്ങളെന്നെ ബ്രാഹ്മണൻ എന്നൊക്കെ വിളിച്ചോളൂ, പക്ഷേ എനിക്കങ്ങനെ ബ്രാഹ്മണത്വമൊന്നുമില്ല. എൻ്റെ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത്, ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഈ കാളിയിലാണ്. പക്ഷെ നിങ്ങൾ പറയുന്നു കാളി കറുത്തതാണെന്ന്, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ആകാശം നീലയിൽ തോന്നുന്ന ദൂരെ നിന്ന് കണ്ടിട്ടാണ്. ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ കാളിയുടെ അത്രയും വെളുപ്പുള്ളവൾ ആരുമില്ല. അതെൻ്റെ അനുഭവം. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ആ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ തടസ്സം എന്താ? മോഡേൺ എഡ്യൂക്കേഷനോ? അങ്ങനെയാണോ? എങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് വന്ന ഒരുത്തനെ എങ്ങനെയാണ് മാറ്റിയെന്ന് കാണിച്ചു തരാം അല്ലേ? അത്രയും അങ്ങനെ ഒരാളുണ്ടോ? ഈയിടെ എല്ലാത്തിനെയും എതിർക്കുക. അവസാന ശ്വാസം വരെയും ഗുരുനാഥൻ പറഞ്ഞതിനെ എതിർത്താണ് നിന്നത്. ഈ റിസർച്ചിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. റിസർച്ചിൽ നെഗറ്റീവിൽ നിന്ന് തുടങ്ങും. അതിനെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഏതാ? മഴ തുടരുകയില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുക, എന്നിട്ട് പിന്നെയും തുടരുകയാണെങ്കിൽ പറയുക എന്നാൽ അത് ഞാൻ വിട്ടിരിക്കുന്നു, മറ്റേതിലേക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ റിസർച്ചിൻ്റെ ഒരു രീതിയുണ്ട്. അതാണ് ഇവിടെ. ഇപ്പോൾ രാമകൃഷ്ണദേവനോടെ വിവേകാനന്ദ സ്വാമികളുടെ സമീപനം അങ്ങനെയായിരുന്നു. എല്ലാം എതിരായിരുന്നു. അപ്പോൾ അങ്ങനെ എതിർത്ത് നിൽക്കാനുള്ള ശേഷി എവിടെ നിന്ന് കിട്ടി? തൻ്റെ പാരമ്പര്യമോ പുതിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെതായ ആ യൗവനത്തിൻ്റെതായ ഒരു ചുറുചുറുക്കൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, അതാണ് ആവശ്യം. ഭാരതീയ ഋഷിമാർ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ടാണ്. ഉപനിഷത്തുക്കൾ ഒന്നും തന്നെ ഇത് വൺവേ അല്ല. ചോദ്യങ്ങൾ, പ്രശ്നോപനിഷത്ത് ഉണ്ടായത് അങ്ങനെയാണ്. ചോദ്യങ്ങളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്. സംശയമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സംശയം ഉണ്ടായാൽ മതിയാവും. അല്ലാതെ സംശയം ചോദിക്കുന്നവന് ചുട്ടുകൊന്നിട്ടില്ല നമ്മളാരും. അപ്പോൾ ഈ പക്ഷേ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, സംശയാത്മാ വിനിശ്ചിതം. സംശയം കൊണ്ടു നടക്കരുത്, സംശയം ദൂരീകരിക്കപ്പെടണം. അപ്പോൾ സംശയം തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷേ സംശയം മാത്രമായി ജീവിച്ചാൽ അത് നാശത്തിന് കാരണമാണ്. സംശയാത്മാ വിനിശ്ചിതം. പക്ഷേ സംശയം ഇല്ലാതിരിക്കരുത്. സംശയം ഏതിൻ്റെ ലക്ഷണമാണ്? ചിന്തയുടെ ലക്ഷണമാണ്.
ഇപ്പോൾ ചിന്തിക്കാതെ ഏതിനെയും ഫോളോ ചെയ്യുമ്പോഴാണ് അതിൽ മൗലികവാദം ഉണ്ടാവുക. അപ്പോൾ ഭാരതത്തിൽ മൗലികവാദമില്ല. ആ മൗലികവാദത്തെ അതിജീവിച്ചത് എങ്ങനെയാണ്? ഈ സംശയത്തെ ദൂരീകരിക്കാനുള്ള സാധനയും അതിനുള്ള ശേഷിയും ഉള്ളവരുടെ അടുക്കൽ ചെന്ന് പെടുമ്പോഴാണ്. അതിനാണ് ഗുരു എന്ന് പറഞ്ഞത്. അപ്പോൾ സംശയം എന്നത് ഗുരുത്വം ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ്, അല്ലാതെ സംശയിക്കുന്നതിനെല്ലാം നിരസിക്കുന്നതല്ല. അപ്പോൾ ആ സംശയ നിവാരണത്തിലൂടെ ആ ഗുരുശിഷ്യ ബന്ധം രൂപപ്പെട്ടപ്പോൾ എങ്ങനെയുണ്ടായി? ആധുനിക വിദ്യാഭ്യാസം സത്യാന്വേഷണത്തിന് തടസ്സമല്ല എന്ന് ബോധ്യപ്പെടുത്തി. ഇനി വൈദേശികമായിട്ടുള്ള ചില ബോധങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഇതാ വിദേശികളുടെ മണ്ണിലും ഇതിന് എത്രമാത്രം വേരോട്ടമുണ്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് കാണിച്ചു. അദ്ദേഹത്തെ അവിടേക്ക് വിട്ടിട്ട് അവിടെ പോയി വെറുതെ 2 വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ ആടി ഇളകി. അവിടെ അടിവേരിളക്കിക്കൊണ്ടാണ് വന്നത്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളാരായിരുന്നു? സാക്ഷാൽ നിവേദിതയമ്മ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ ഭവതാരിണി ദേവി എന്ന് പറയുന്ന ആ കറുത്ത കാളി വിഗ്രഹത്തിൽ ആ പ്രകൃതിയുടെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള അമ്മയെ ദർശിച്ച ഗുരുനാഥൻ ആ ദേവിയെ ആവാഹിച്ചിട്ട് ആധുനികമായ ഭാവത്തോടുകൂടി തൻ്റെ ശിഷ്യനിലേക്ക് ആ ദേവിയെ ആദേശിച്ചു വിടുകയാണ്. ആ ദേവിയുമായിട്ട് വിദേശിയുടെ മണ്ണിൽ പോയി സർവപ്രപഞ്ചത്തിൻ്റെയും ആധികാരികമായ ആ ആദിമഹാരൂപത്തെ ദർശിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു? ഈ ശിഷ്യൻ ആ ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചിട്ട് അവിടുന്ന് ഒരമ്മയിൽ അതിനെ ആദേശിപ്പിച്ച് ഇവിടേക്ക് കൊണ്ടിരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവരിവിടെ വന്ന് ഈ മണ്ണിലിറങ്ങിയപ്പോൾ അവരെന്താ കാണുന്നത്? ഈ ഋഷിമാരുടെ തപോഭൂമിയായ ഭാരതാംബയാണ് ഞാൻ കണ്ടതും എൻ്റെ ഗുരുനാഥൻ കണ്ടതും ആ ഗുരുനാഥൻ സ്വീകരിച്ചതുമായ കാളി മാതാവ് ഇപ്പോൾ ഞാൻ ദർശിക്കുന്നത് ഭാരതമാതാവിലാണെന്ന് കണ്ട് ഭാരതത്തെ തൊഴുന്നു. എന്താ അതിൻ്റെ അനുഭവം? അപ്പം താന്ത്രിക വിധിയിൽ നിന്ന് ബൗദ്ധികമായ തലത്തിലേക്ക് ഉയർന്ന് അത് ജനസാമൂഹികമായ തലത്തിലേക്ക് വിശ്വാസത്തെ വളർത്തിയെടുത്തൊരു ഒരു സമ്പ്രദായമാണ്. ഈ സമ്പ്രദായമാണ് നമുക്ക് ഇന്ന് അനുകൂലമായി നിൽക്കേണ്ടത്. അപ്പോൾ രാഷ്ട്രത്തിൽ ദേവനെ കാണുന്ന അവസ്ഥയിലേക്ക് വിദേശിയെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാധീനം അത്ര വലുതാണ്. അപ്പോൾ അത്രമാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുനാഥൻ്റെ അടുക്കൽ വന്ന് മഹാശയൻ പറഞ്ഞ ആദ്യത്തെ പരാതി എന്താണെന്നറിയില്ല. ഞാൻ ഇത്രയും ശ്രേഷ്ഠതയോടുകൂടി അങ്ങയിൽ സമർപ്പിതനായി ജീവിക്കുമ്പോൾ ഈ സമർപ്പണത്തിൽ എൻ്റെ ഭാര്യ സഹായിയായിത്തീരുന്നില്ല. സാധാരണ അർത്ഥത്തിൽ എന്താ പറയുക? അവളെങ്ങ് വിളിച്ചുകൊണ്ട് വരും, ഞാനും സംസാരിക്കാം എന്നാണോ ഗുരുനാഥൻ പറഞ്ഞത്? അല്ല, ഇതിൻ്റെ കുഴപ്പവും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആന്തരികമായി ശുദ്ധി നേടിയിട്ടില്ല. നിങ്ങൾ ആന്തരികമായി ശുദ്ധി നേടിയാൽ എന്താ ഗുണം ഉണ്ടാവുക? നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെല്ലാം ആ ശുദ്ധിയിൽ ആകൃഷ്ടരായി ശുദ്ധരാവും. ഇത് രാമകൃഷ്ണദേവന്റെ ശുദ്ധീകരണ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഏതാ സാഹചര്യം അനുകൂലമല്ലാതിരിക്കുന്നത്? അനുകൂലമല്ലാത്ത സാഹചര്യം അവരവരുടെ ഉള്ളിലാണ്. ഇപ്പം ഗൃഹസ്ഥ ശിഷ്യന്മാരായ, ഇപ്പം ഞാൻ ഗൃഹസ്ഥ ശിഷ്യന്മാരെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നറിയില്ല. രാമകൃഷ്ണ സംവിധാന പ്രസ്ഥാനം അല്ലെങ്കിൽ രാമകൃഷ്ണ ഭക്തന്മാരുടെ ഏറ്റവും പ്രധാനമായ ശുദ്ധീകരണം എന്താണ്? അന്ധകരണ ശുദ്ധിയാണ്. ഈ അന്ധകരണ ശുദ്ധി നേടുമ്പോൾ എന്തുണ്ടാവും? സന്യാസത്തിനേക്കാളും ചിലപ്പോൾ ഒരു പടി അപ്പുറത്തേക്കുള്ള പൂർണ്ണ സമർപ്പണത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. ഈ പൂർണ്ണ സമർപ്പണമാണ് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പോലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാവണമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ച പൂർവ്വസൂരികളുടെ മനോഭാവം എന്താണ്? ഈ ആത്മസമർപ്പണത്തിൻ്റെ. ഇത് സന്യാസത്തിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് ഞാൻ പറയുമ്പോൾ സന്യാസത്തെ അധിക്ഷേപിച്ചുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ അല്ല പറയുന്നത്. സർവ്വസാധാരണമായ ലൗകിക ജീവിതവൃത്തിയിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ മുൻതണ്ടിക്കൊണ്ട് ഇതിന് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അവിടെ ചില വൈബ്രേഷൻസ് മാറി വരും. അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ത്യാഗം മാത്രം പോരാ, സർവസംഘ പരിത്യാഗം വേണം. ഈ സർവസംഘ പരിത്യാഗികളാണ് ഗൃഹസ്ഥ ശിഷ്യന്മാർ എന്ന പേരിൽ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികൾ എന്ന പേരിൽ രാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ഏറ്റവും പുതിയൊരു ജീവിവർഗം. ഇതിനെ ബലപ്പെടുത്താൻ തക്ക രീതിയിലുള്ള സാധനാമാർഗം അദ്ദേഹം നമുക്ക് തന്നിരുന്നു. ആ സാധനാമാർഗത്തെയാണ് വളരെ ലളിതമായ രീതിയിൽ വചനാമൃതത്തിലൂടെ കിട്ടുന്നത്. ഇതിൻ്റെ അനുഭവം ഇതിപ്പോൾ അടുത്ത കാലത്താണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്കും നമ്മളുടെ കുടുംബത്തിലെയും ഒരു പ്രധാനമായ അന്വേഷണ വസ്തുവായി തീർന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പരാജയത്തിന് പരാജയം എന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു
ഒരു സംശയത്തിന്, അതായത് ഒരു പൂർണ്ണമായിട്ട് നമുക്കൊന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്താ രാമകൃഷ്ണ ഭാവം എന്താണെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വചനാമൃതത്തിലൂടെ നമുക്കൊന്ന് കടക്കാൻ പറ്റാത്ത. ഈ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ഈ ഭഗവത്ഗീതയിലൂടെ ഞാൻ കുറേ നാളായിട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭഗവത്ഗീതയിലൂടെ അല്ല പോകേണ്ടത്, ഭഗവത്ഗീത നിങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ വചനാമൃതം നമ്മളിലൂടെ ഒന്ന് പോകണം. ഇതിലൊരുപാട് ചെറിയ ചെറിയ കഥകളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞിട്ട്, ഒരു തവളയുടെ കഥ പറഞ്ഞു. തവളയൊക്കെ എങ്ങനെയോ ചാടി പിടിച്ചു പോയപ്പോൾ ഒരു നാണയം കിട്ടി, 1 രൂപയുടെ. തവളയ്ക്ക് എന്തോ ഒരു ആകർഷകം തോന്നി, ഇത് ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞ് തവള ഈ 1 രൂപ കടിച്ചു പിടിച്ച് ഒരു മാളത്തിൽ ഇങ്ങനെ ഇരുന്നു. എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ ധനികനല്ലേ, 1 രൂപ അടിച്ച തവളയാണ്, അല്ല സാധാരണ തവളയല്ല. ഈ തവള മസിലൊക്കെ പിടിച്ച് കണ്ടില്ല, അത്താഴം ഉണ്ടച്ച് വൈകിട്ട് മസിൽ പിടിച്ച് റോഡിലിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവൻ ഈ 1 രൂപയും പിടിച്ച് മാളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ഒരു അവിടുന്ന് ഒരു ആന നടന്നു വന്നിട്ട് ഈ ഇതിനെ കവച്ചപ്പുറത്ത് കാല് വെച്ചിട്ട് ആന നടന്നുപോയി. തവളയ്ക്ക് പിടിച്ചില്ല. എന്താ കാരണം? 1 രൂപ സമ്പാദിച്ചിരിക്കുന്ന എൻ്റെ മണ്ടയ്ക്കൂടെ പോകാൻ ആരാടാ ആളെന്നും പറഞ്ഞ് മാളത്തിന് പുറത്ത് വന്നിട്ട് ആനയെ ശകാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏറെക്കുറെ നമ്മുടെ ഒരു അവസ്ഥയിൽ അതാണ്. നമ്മൾക്കൊരു ചെറിയൊരു നാണയമോ ഒരല്പം ഭൗതികമായ അഭിവൃദ്ധിയോ ഉണ്ടായപ്പോൾ ഈ അഭിവൃദ്ധിയിൽ അഹങ്കരിച്ച് നമ്മുടെ മാളങ്ങളിൽ ഒരുപാട് അലങ്കാരങ്ങൾ വരുത്തി ഒരു വലിയ സൗധത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുക. ആ സൗധത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന എല്ലാവരെയും നാം അധിക്ഷേപിക്കുകയാണ്. എത്ര ലളിതമായിട്ടാണ് ആ കാര്യം പറഞ്ഞത്, എത്ര ലളിതമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഈ വിവാഹം നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചില പുതിയ വീട് മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു 1.5 കിലോമീറ്റർ മുഴുവൻ അങ്ങ് അലങ്കരിക്കും. ഇപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞു എന്താണെന്നറിയോ, ധനികൻ്റെ വീടിൻ്റെ പുറമേ ഭയങ്കര അലങ്കാരമായിരിക്കും. എവിടെ അലങ്കാരം ഉണ്ടാവില്ല, എവിടെയില്ല വെളിച്ചമില്ല, ഉള്ളിൽ വെളിച്ചമില്ല. ശരീരമാകുന്ന ക്ഷേത്രം ഇരുണ്ട് കിടക്കും, പുറമേ വസിക്കുന്ന ക്ഷേത്രം വെളിച്ചമായിട്ട് കിടക്കും. ഇതിൽ ഞാൻ പറഞ്ഞല്ല കേട്ടോ, അത് അദ്ദേഹം എന്ത് കൃത്യമായിട്ടാണ് അത് പറഞ്ഞത്. അലങ്കരിക്കപ്പെടുന്ന അതിലൊക്കെ ഒരുപാട് വെളിച്ചമുണ്ടാവും, റൂമിലൊക്കെ ധാരാളം വെളിച്ചമുണ്ടാവും. പക്ഷേ പട്ടിണിക്കാരൻ്റെ വീടിൻ്റെ ഉള്ളിൽ വെളിച്ചം ഇത്തിരി കുറവായിരിക്കും, പുറമേയുള്ള അലങ്കാരങ്ങളും കുറവായിരിക്കും. പക്ഷെ അയാളുടെ ഉള്ളിലെ വെളിച്ചം എത്രയോ വലുതാണ്. ആ വെളിച്ചത്തെ നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയില്ല അല്ലേ. തിരുവല്ലായിൽ ഒരു ആശ്രമം പണിയാൻ വേണ്ടിയിട്ട് ഒരു സ്വാമി വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കത്ത് കാണിക്കുമ്പോൾ തൻ്റെ ചെറിയ വീടിൻ്റെ ഉള്ളിൽ പോയി 10 ലക്ഷം രൂപയെടുത്ത് യാതൊരു അന്വേഷണവും ഇല്ലാതെ അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും കമ്മിറ്റിക്കാരുടെ ലിസ്റ്റും നോക്കാതെ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, ആ വെളിച്ചം നമുക്ക് കിട്ടാൻ പ്രയാസം. ഞാനിപ്പോൾ ഈ പറയുന്നത് എനിക്ക് സംസാരിക്കാനേ ഉള്ളൂ, എൻ്റെ കാര്യം വരുമ്പോൾ മാറുകയും. അപ്പോൾ ഈ വെളിച്ചം എന്ന് പറയുന്നത് ഇപ്പോൾ രാമകൃഷ്ണദേവൻ പറയുകയാണ്, പുറത്ത് ആലങ്കാരികമായിട്ട് വീടുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പുറത്തെ അലങ്കാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നമ്മളുടെ മനോഭാവം എന്താണ്? നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ അണഞ്ഞു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതേത് കാര്യത്തിലാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. പുറത്തേനുള്ള അലങ്കാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ സ്വാമിജി ഇങ്ങനെ യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യുദ്ധം തുടങ്ങുക? അവിടെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന സ്ഥലം എങ്ങനെ കിട്ടിയതാ? കൈക്കൂലി കിട്ടിയതാ. ഇന്ദ്രപ്രസ്ഥം കൈക്കൂലി കിട്ടിയത്, കാണ്ഡവദഹനത്തിന് കിട്ടിയതിനും സമ്മാനം കിട്ടിയതാ. എന്തിന്? ആ സ്ഥലത്തെ മുഴുവൻ ജീവികളെയും എല്ലാം നശിപ്പിച്ച് ഒന്നാക്കിയതിന് ഭഗവാൻ ഉണ്ടായിരുന്ന കൂടെ ചോദിച്ചാൽ ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. നിന്റെ ഇഷ്ടം അതാണ്, നടക്കട്ടെ. അദ്ദേഹം കൂടെ നിന്ന് അതൊക്കെ ചെയ്യിച്ചാൽ നമുക്ക് പറയാം. പക്ഷെ എന്താ കാര്യം? ഭഗവാനെ കൂട്ടുപിടിച്ച് ഇന്ദ്രിയങ്ങൾക്ക് സുഖം അനുഭവിക്കാൻ വേണ്ടി ആ പ്രകൃതിയെ നശിപ്പിച്ചാൽ ആ ഇന്ദ്രിയ സുഖത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം എന്തായിരിക്കും? മയൻ പണിഞ്ഞ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയായിട്ട് കിട്ടിയ ഇന്ദ്രപ്രസ്ഥത്തിലെ വീട് എന്തിനു വേണ്ടിയിട്ടാണ് പണിഞ്ഞത്? വീട് പണിയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പണിയേണ്ടത്? അവിടെ ഇരുന്ന് ആ ശ്രേയസ്സിനെ പ്രാപിക്കാൻ തക്കെയുള്ള തപോഭൂമിയിലെ തപസ്സിൻ്റെ സ്ഥലമായിട്ട് ഋഷി കുടീരമായിട്ട് വേണം വീട്. പകരം എന്തിനു പണിഞ്ഞു? മറ്റുള്ളവരെ ആകർഷിക്കുവാനും മറ്റുള്ളവരെ അസൂയപ്പെടുത്താനും വേണ്ടി വീട് പണിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? സ്പർദ്ധയുണ്ടാവും. ഈ സ്പർദ്ധ എങ്ങനെ വിവരിക്കും? അപ്പം ധർമ്മപുത്രനാണെങ്കിലും ശരി, ധർമ്മദേവന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭീമനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അർജുനാണെന്ന് പറഞ്ഞിട്ടില്ല, നകുല സഹദേവന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്? മറ്റുള്ളവരെ ആകർഷിക്കുവാനും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുവാനും വീട് പണിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എന്താ ഉണ്ടാവുക? അവിടെ യുദ്ധത്തിൽ അവസാനിക്കുള്ളൂ. അത് യുദ്ധത്തിൽ അവസാനിക്കണം. പ്രശ്നം എന്നും പറഞ്ഞ് നമുക്ക് താമസിക്കണ്ടേ? വേണം.
എന്തിന് താമസിക്കണം? ഇത് തപസ്സിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ്. ഈ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി ശ്രേയം പരമവാപ്സ്യത. എന്തിനു വേണ്ടി ഇവിടെ വന്ന് എല്ലാവരോടും എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുകയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന അല്ല ജീവിതം. അത്ഭുതപ്പെടുത്തേണ്ടത് ആരെയാണ്? നമ്മളെ തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ ലക്ഷ്യം എന്താണ്? അവിടെ എന്തുദ്ദേശിച്ചിട്ടാണ് നാം വന്നത്? ആ വന്ന കാര്യം സാധിക്കാൻ ഇവിടെ യോഗ്യമായ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോളൂ. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. ഇത് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവണം? ഇനി പൂജാമുറി ഉണ്ടോ എന്നുള്ളതല്ല, പൂജാമുറി വേറെ. പൂജാമുറി എന്ന് പറയുന്നതിന്, അപ്പോൾ പൂജാമുറി എന്ന് പറയുന്ന സാധനം നമുക്ക് പുറത്തുള്ള അലങ്കാരത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ആ പൂജാമുറിയേക്കാൾ ഉപരി ആന്തരികമായ ഈ ഭാവത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് ഇവിടെ ഒരു എന്തുണ്ടാവുക? പാരസ്പര്യം ഉണ്ടാവുക. ഒന്നിച്ചു ചേർന്ന് നിന്നെ മതിയാവൂ എല്ലാവരും. ഈ പാരസ്പര്യം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഈ പാരസ്പര്യം വന്ന എല്ലാവരും പല കർമ്മങ്ങളും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ ആശ്രമത്തിലല്ല, സ്വന്തം കുടുംബത്തിൽ വന്നിരിക്കുന്നത്. അവിടെ ഇവരെ ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിൽ കൊണ്ടുപോകാൻ വേറെ ഒരു സാധനവും ഇല്ല. അതിലാകെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനമല്ലേ, അവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന സാധനം നാമജപം മാത്രമാണ്. അപ്പം നാമജപം മാത്രമേ ആ പാരസ്പര്യത്തെ ഏകീകരിക്കൂ. അപ്പം ശുദ്ധമായ നാമജപം, അതാണ് രാമകൃഷ്ണദേവൻ നരേന്ദ്രനെ കണ്ട ഉടനെ ഒരു പാട്ട് പാടൂ, എൻ്റെ പാട്ടൊന്ന് കേൾക്കട്ടെ. ഇതൊന്നും അറിയാതെ പറഞ്ഞത്. നാമമല്ലാതെ, നാമത്തിലൂടെ അല്ലാതെ ഇത് ഏകീകരിക്കപ്പെടില്ല. ശുദ്ധമായ ആ നാമജപത്തിൻ്റെ ബലം കൊണ്ടല്ലാതെ ആന്തരിക ശുദ്ധി ഉണ്ടാവുകയില്ല. ഈ ആന്തരിക ശുദ്ധിയാണ് ഭഗവത് ഭക്തന്മാരുടെ ആത്മബലം. ഈ ആന്തരിക ശുദ്ധി നഷ്ടമാകുമ്പോൾ പ്രസ്ഥാനത്തിൽ എത്ര വളർച്ചയുണ്ടായാലും ശരി, ആളുകൾ ബഹുമുഖമായി അതിൽ ആകർഷിക്കപ്പെടുകയില്ല. ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാവാം, ആശ്രമങ്ങളുടെ കളർ വർദ്ധിച്ചിട്ടുണ്ടാവാം, പത്രവാർത്തകളൊക്കെ വരുന്നുണ്ടാവാം. പക്ഷേ ബഹുജന സാമാന്യത്തെ ഇതിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ ആത്മചൈതന്യത്തെ സാധന കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. സാധന കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ എന്തുണ്ടാവും? പൂവുകൾ വിടർന്നാൽ വണ്ടുകൾക്ക് പ്രത്യേകം ക്ഷണപത്രം അടിച്ചല്ല എന്ന് ഗുരുദേവൻ പറയുന്നു. പൂവുകൾ വിരിഞ്ഞാൽ വണ്ടുകൾ താനേ വരും എന്ന ഒരു തത്വം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിരിയുന്ന പൂവുകൾക്ക് പൂവിൻ്റെ അടിസ്ഥാന തത്വത്തെയും ഞാൻ വിരിഞ്ഞത് എന്തിനാണെന്നും എന്നിൽ ആകർഷിക്കപ്പെടേണ്ടത് ആരാണെന്നും തിരിച്ചറിവില്ലാതെ വരുന്ന പൂക്കളായിത്തീരുന്ന ഒരു പ്രശ്നം കൂടി ഇവിടെ. നാം ഓരോരുത്തരും ഏത് തലത്തിൽ നിന്നാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊരു സംശയം നമുക്കുണ്ട്. ഈ സംശയം അത് മാറ്റിയെടുക്കേണ്ടത് വേദപഠനത്തിലൂടെ അല്ല. ഞാൻ പറയുന്നത് വേദപഠനം വേണ്ട എന്ന അർത്ഥത്തിലല്ല. വേദങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് 3-4 ഘടകങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ സംഹിതാഭാവത്തിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പലപ്പോഴും ഇതിൻ്റെ ആരണ്യക ഭാഗത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കർമ്മകാണ്ഡത്തിലോ ഒക്കെ ഇങ്ങനെ കുറിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ അവസാന ഭാഗമാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് ആ വ്യവസ്ഥയനുസരിച്ച് നോക്കിയാൽ സന്യാസത്തിന് വേണ്ടിയുള്ളതാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് സർവ്വസാധാരണമായ ആളുകളെ പ്രയോജനം ചെയ്യില്ല. അപ്പോൾ വേദത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞത് വേദത്തെ അധ്യയനിച്ചുകൊണ്ടല്ല. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളെയൊക്കെ വളരെ വിശദമായി നമുക്ക് തരുന്ന രീതിയിലാണ് ഗുരുദേവൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും. നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചാൽ മതി. അത് നിരന്തരമായ സാധനയുടെ ഭാഗമാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ സംശയങ്ങളെല്ലാം നിവർത്തിക്കപ്പെടും. അവിടെ അത് വളരെ ഭംഗിയായിട്ട് ഓരോ ഘടകങ്ങൾ അതെത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് ആ ചിന്തയുടെ രീതികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കർമ്മം ചെയ്തു തുടങ്ങുമ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള തിരക്കുകളുണ്ടാവും. കർമ്മം ബഹളമുള്ളതാണ്, കർമ്മത്തെ ഒഴിയാൻ പറ്റില്ല. പക്ഷേ ഈ കർമ്മത്തെ എന്ത് ചെയ്യണമെന്നറിയാമോ? കർമ്മത്തെ നിഷ്കാമകർമ്മമായും കുറച്ച് സൂക്ഷ്മതയുള്ള ഈശ്വര ചിന്തയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, മഹാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ 2 കൈ ഉള്ളതിൽ ഒരു കൈ കൊണ്ട് കർമ്മം ചെയ്യൂ, മറ്റേ കൈ എങ്ങനെ വേണം? ഭഗവാനിൽ അർപ്പിച്ച് പിടിച്ചോളൂ. ഇനിയും ഈ പ്രവൃത്തി തീരുമ്പോൾ ഈ കൈ കൂടി ഭഗവാനിലേക്ക് വിടുക. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഏതോ സ്വാമിയോ ഏതോ ആളോ പറഞ്ഞതിന് ശേഷം ഒരു ഇച്ചിരി നേരം ഭഗവാനിൽ കൈവച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് ഭഗവാനിൽ നിന്ന് വിളിച്ച് കർമ്മത്തിലേക്ക് ചേർത്ത് കർമ്മം കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തി ഇതിൽ നിന്ന് ലാഭമെന്ന ചിന്തയിലേക്ക് നീങ്ങി. അവിടെയാണ് വൈഷമ്യം. അപ്പോൾ ചോദിക്കും, പ്രവർത്തനരഹിതമായ ഒരു സമൂഹം
നിഷ്ക്രിയമായ സമൂഹത്തെ സൃഷ്ടിച്ചാൽ അത് സമാജത്തിൽ എങ്ങനെ നിഷ്കർഷം ഉണ്ടാവും? പക്ഷേ സക്രിയ സമൂഹം രൂപപ്പെടേണ്ടത് ആർത്തിയിൽ നിന്നല്ല, അനാർത്തിയിൽ നിന്നാണ്. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം ഏത് രീതിയിലാണ് ചിന്തിക്കപ്പെടേണ്ടത്? അപ്പോൾ ആശ്രമത്തിൽ വന്നാൽ സന്തോഷം കിട്ടുമോ, ശാന്തി കിട്ടുമോ, ആനന്ദം കിട്ടുമോ? ഇത് മൂന്നാണ് ചോദ്യം. സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അത് ശരീരത്തിൻ്റെ അനുഭവമാണ് സന്തോഷം. എന്താ കാരണം? അതിന് ഓപ്പോസിറ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, സന്തോഷത്തിന് സങ്കടം എന്നുള്ളൊരവസ്ഥയുണ്ട്. ഇനി ശാന്തിയാണോ? ശാന്തിയാണെങ്കിൽ അത്യാവശ്യം ഇവിടെ ഒരു ഭജനയൊക്കെ നടത്തി, സ്വാമിജി ഒരു മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ചെറിയ പ്രഭാഷണമൊക്കെ കേട്ട് എന്തായിരുന്നു? അത് മനസ്സിൻ്റെ അനുഭൂതിയാണ്, ശാന്തി ലഭിക്കുക. പക്ഷെ അതിനും പരിമിതിയുണ്ട്. എന്നാൽ ആനന്ദം എന്ന അവസ്ഥ ബുദ്ധി ഇതിനിടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് തനതായ ഒരു ആവശ്യമില്ല. ബുദ്ധി ഒരുപക്ഷെ ശരീരത്തോടും മനസ്സിനോടും ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ആരോട് ചേർന്ന് നിൽക്കും? ആത്മാവിനോട് ചേർന്ന് നിൽക്കും. അതേ ഉള്ളൂ. ഏവം ബുദ്ധി പരം ബുദ്ധ, അതിലോട്ട് അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ ഈ ബുദ്ധി അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് എടുക്കേണ്ട. പക്ഷേ ആത്മബോധത്തിന് ഒരു ആനന്ദമുണ്ട്. ആത്മബോധത്തിൻ്റെ ആനന്ദമാണ് യഥാർത്ഥ ആനന്ദമെന്ന് വളരെ ഭംഗിയായ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചവരാണ് ഭാരതത്തിൻ്റെ പൂർവ്വസൂരികളെല്ലാം. അതാണ് രാമകൃഷ്ണദേവനും പഠിപ്പിച്ച ആ ആനന്ദത്തെ അനുഭവിക്കാൻ തക്ക രീതിയിൽ നമ്മളെ പ്രാപ്തരാക്കുന്ന അതിനെയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രാഥമികമായ പാഠങ്ങളാണ് നാമത്തിലൂടെ ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രകൃതം. നാമത്തിലൂടെ ശുദ്ധീകരിക്കണമെന്നുള്ളത് വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നാമജപത്തിൻ്റെ അന്തരീക്ഷം സ്വയം സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന ആ ഒരു ശരീരമാണ് ഉള്ളിൽ പ്രകാശമാനമായിട്ട് തീരുക. അല്ലെങ്കിൽ ഈ നാമജപത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടാത്ത ശരീരം പുറമേ ആലങ്കൃതികമായി വെക്കുകയും ഉള്ളിൽ ഇരട്ടി നിറച്ചു വെക്കുകയും ചെയ്യുമ്പോൾ അത് പലരെയും ആദ്യം ആകർഷിച്ചു എന്ന് വരാം. ആ ആകർഷകം സ്ഥായിയായി നിലനിൽക്കില്ല. അപ്പം പുറമേ ഒരല്പം ഇരുട്ട് കണ്ടാലും ശരി, ആ സൗഹൃദത്തെ കൂടുതൽ അടുത്തറിയുകയും ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? രാമകൃഷ്ണ വിവേകാനന്ദ ബന്ധത്തെപ്പോലെ അത് ദിവസം പ്രതി ദൃഢമാവും. അത് സമാധിക്ക് ശേഷം ആളുകൾ അന്വേഷിച്ച് ഗുരുദേവനെക്കുറിച്ച് ഒരു കഥ എഴുതൂ, അല്ലെ ഗുരുദേവൻ്റെ ചരിത്രം എഴുതൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരാണത് എഴുതാൻ? പരീക്ഷണത്തിന് പോയി പല പരീക്ഷണങ്ങളും നടത്തിയ ആ ഗുരുവിൻ്റെ മുന്നിൽ ഈ ശിഷ്യൻ നിസ്സഹായനായിപ്പോയി. വർണ്ണിക്കാൻ കഴിയാത്ത അനുഭവങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരു മഹാ അത്ഭുതമായിട്ട് ആ ഗുരു സമീപ്യം മാറുകയാണ്. പക്ഷേ അദ്ദേഹം എഴുതാത്ത ആളാണോ? അല്ല. പക്ഷേ അതെഴുതാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം അഗാധമാണ് ആ ഭാവം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പം അതിനെ ഒന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇത് ഈ അടിസ്ഥാനപരമായിട്ട് പ്രശ്നം എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചാക്രീയമാണ്. ഇത് പല സമയത്തും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഒരിക്കലും അതിൻ്റെ ചാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെ മുകളിലേക്ക് പോവില്ല. അതിങ്ങനെ ഉയർന്നും താണുമൊക്കെ ഇരിക്കും. പക്ഷേ ഇവിടെ ഉയർന്നും താണും ഇരിക്കുമ്പോഴും തെറ്റാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പാരസ്പര്യമാണ്. ഈ പാരസ്പര്യം കുടുംബത്തും സമാജത്തിലും നിലനിൽക്കാതെ ഇരുന്നാൽ, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് അധർമ്മം. അധർമ്മത്തിന് പല സാധ്യതകളുണ്ടാവുന്നു. ഈ പാരസ്പര്യത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അത് കുടുംബത്തിലുണ്ടാവുന്ന ഈ അമ്മയും മക്കളും തമ്മിലുള്ള ആ പാരസ്പര്യത്തിന് ഇടിവ് തെറ്റുമ്പോൾ ബാക്കിയൊക്കെ പ്രശ്നങ്ങളാവും. അവിടെ തൊട്ടേ ആരംഭിക്കും. അച്ഛനും മക്കളും തമ്മിലുള്ളതിനും പാരസ്പര്യം വിഷമം വരും. കാരണം ഇവർ പരസ്പരം എന്തിനു വേണ്ടിയാണ് ഉദ്യമിക്കേണ്ടത് എന്നതിൽ ധാരണാപ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാനും എൻ്റെ മകനും യത്നിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുടുംബത്തിൻ്റെ കടം വീട്ടാനാണോ? അതെ, കടം വീട്ടാനാണ്. പക്ഷേ ഏത് കടം? എൻ്റെ പൂർവികരുണ്ടാക്കിയതോ ഞാൻ അശ്രദ്ധ കൊണ്ട് ഉണ്ടാക്കിയതോ ആയ ഭൗതികമായ കടങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ശ്രദ്ധാലുവാണ്. പക്ഷേ ഞാനും എൻ്റെ മകനും എൻ്റെ കുടുംബത്തിലെ ഓരോ ജന്മത്തിനും ആ ജന്മവുമായി ബന്ധപ്പെട്ട 5 കടങ്ങളുണ്ട്. അപ്പോൾ കടം വീട്ടുക എന്നത് പാരസ്പര്യത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമാണെങ്കിൽ ആ കടം ഏത് രീതിയിലുള്ള കടം? ഇപ്പോൾ ഭൗതിക ദൃഷ്ടിയിൽ, ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ, ആധുനിക നിയമത്തിൻ്റെ ലെവലിൽ ചില കടങ്ങൾ വീട്ടേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കടം വീട്ടാത്തവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വളരെ മോശമാണ്. അവരുടെ ക്രെഡിബിലിറ്റി കുറയും എന്നൊക്കെ പറയും നമ്മൾ. എൻ്റെ ക്രെഡിറ്റ് വേർത്തിന് സളക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്.
അതിന് ചില ഏജൻസികളുണ്ട്. ഇതേപോലെ തന്നെ പൂർവജന്മാർജിതമായ ദുരിതങ്ങളായാലും ദുഃഖങ്ങളായാലും അല്ലെ കർമ്മ പുഷ്ടിയാണെങ്കിലും എന്തിൻ്റെയോ അർത്ഥത്തിൽ നമ്മളൊരു കുടുംബത്തിൽ ജനിക്കുന്ന സമയത്ത് ആ ജന്മത്തോടു കൂടി തന്നെ നമുക്കുള്ള 5 കടങ്ങളുണ്ട്. ആ കടങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരുന്നു നേരത്തെ. ഇന്ന് ആ കടങ്ങൾ മറന്നിട്ട് കുടുംബത്തിലെ പാരസ്പര്യം ബാക്കിയുള്ള ഭൗതികമായ കടങ്ങളെ വീട്ടുവാനോ അല്ലെങ്കിൽ കടമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനോ ഉള്ള ഒരു ബോധമായ ശ്രമം നടക്കുന്നുണ്ട്. ഇതേ ശ്രമം എവിടെ നടക്കേണ്ടതുണ്ട്? നമ്മൾ ജനിച്ചപ്പോൾ തന്നെയുള്ള 5 പ്രധാനപ്പെട്ട കടങ്ങൾ വീട്ടാൻ വേണ്ടിയും ചെയ്യേണ്ടതുണ്ട്. അത് കടം എന്ന വാക്ക് ഉപയോഗിക്കാൻ നിർബന്ധിക്കാതിരുന്നത് കൊണ്ടാണ് അവരതിന് യജ്ഞം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ സമർപ്പണ ബുദ്ധിയോടെ ചെയ്യുന്നതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. യജ്ഞത്തിൽ പ്രതിഫലമില്ല, പ്രസാദം മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം ചെയ്യേണ്ട ചില കൃത്യമായ ഉത്തരവാദിത്വങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന യജ്ഞം എന്ന വാക്ക് വളരെ സാധാരണമായ ആളുകളിലേക്ക് പ്രവേശിക്കാതിരുന്നപ്പോൾ ഉപയോഗിച്ചതാണ് കടപ്പാട് എന്ന വാക്ക്. നിനക്ക് ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകൾ മറക്കുമ്പോൾ എന്തുണ്ടാവും? കടപ്പാടുകൾ മറക്കുമ്പോഴാണ് ഈ പാരസ്പര്യം തകരുന്നത്. ഈ കടപ്പാട് വീട്ടിലുള്ളവരോട് മാത്രമല്ല, സമാജത്തോട് കടപ്പാടുണ്ട്, ഈ പ്രകൃതിയോട് കടപ്പാടുണ്ട്, ഈ പ്രകൃതിയും നമ്മളെയും സമാജത്തെയും സൃഷ്ടിച്ച ഈശ്വരനോട് വരെ കടപ്പാടുണ്ട്. ഈ കടപ്പാട് മറന്ന് ജീവിക്കുമ്പോൾ എന്തുണ്ടാവും? ആ കടപ്പാട് മറന്ന് ജീവിക്കുമ്പോഴാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാവുക. ആ കടപ്പാടിനെക്കുറിച്ച് ബോധമുണ്ടാവുകയും ജീവിതത്തിൽ ആ ബോധത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ധാർമ്മിക ജീവിതം. അതിൻ്റെ കുറച്ചുകൂടി ശുദ്ധമായ പദമാണ് സ്പിരിച്വാലിറ്റി. എങ്ങനെയും ജീവിക്കുന്നതിന് പകരം കുറച്ച് ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും അതിൻ്റെ പരിണിതമായ ഗുണങ്ങളും ചേർത്ത് പറയുമ്പോഴാണ് ആധ്യാത്മികത എന്ന് വിളിക്കുക. സർവ്വസാധാരണമായ ജീവിതത്തിൽ ആധ്യാത്മികമായ ജീവിതത്തിലേക്ക് ഒരാളെ കടത്തിവിടുമ്പോൾ എന്തുണ്ടാവുന്നു? അവനെ ട്രാക്കിലേക്ക് കടത്തിവിടും. ട്രാക്കിൽ കടന്നു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണ്? ആ യാത്ര സുഗമമായി മുന്നോട്ട് പോകും. ഇതായിരുന്നു നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമം. ഈ ഉദ്യമത്തെ സാധൂകരിക്കുന്നതാണ് ആശ്രമം എന്ന വാക്ക്. ആ ആശ്രമം എന്ന വാക്ക് കുടുംബത്തിനാണ് ഏറ്റവും യോജിക്കുക. ആ കുടുംബത്തിലെ വിവിധ പ്രായക്കാരുടെ യോഗങ്ങളെക്കാൾ ഉപരി ഈ ശരീരം തന്നെ അതിലും വലിയൊരു കുടുംബമാണ്. ഈ ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്താ കാരണം? ഇതിലെ ഇന്ദ്രിയങ്ങൾ ഒരു പ്രവർത്തനത്തിലാണ്. ആ ഇന്ദ്രിയങ്ങൾ തന്നെ 5 തരത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും 5 കൂടി ഒരു യോജിപ്പുണ്ട്. 5 കൂടി യോജിക്കാതിരുന്നു കഴിഞ്ഞാൽ ആകെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കും. ഈ 2 കണ്ണുകൾ തമ്മിൽ തന്നെ പ്രവർത്തനം യോജിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ വികൃതമായൊരു ഭാവം ഉണ്ടാകും. 2 ചെവികളും കേൾവിയുടെ ധാരണയിൽ യോജിപ്പില്ലെങ്കിൽ അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ യോജിപ്പ് ഒരു ഭാഗത്ത്. ഇനി അതിനെ മാത്രം എടുക്കണ്ട. ഈ ഇന്ദ്രിയങ്ങളല്ലാതെ തന്നെ ശരീരത്തിലെ പഞ്ചപ്രാണനുകളെ ഓർക്കുക, കർമ്മേന്ദ്രിയങ്ങളെ ഓർക്കുക, ജ്ഞാനേന്ദ്രിയങ്ങളെ ഓർക്കുക. ഇത് 3 കൂടി ചേരുന്ന ഒരു പാരസ്പരികതയാണ് ശരീരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? ഇനി അതും വേണ്ട. ദഹനവ്യവസ്ഥയിലെ വളരെ സങ്കീർണങ്ങളായ എത്ര ഘടകങ്ങൾ ചേർന്നിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിലൊരു പാരസ്പര്യം നിലനിൽക്കുന്നില്ലേ? ഇതൊന്നിനൊന്നിന് വിരുദ്ധമാകുമ്പോൾ എന്താവും? രോഗിയാവും. രക്തചംക്രമണത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? നാഡീവ്യൂഹത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? തലച്ചോറിൻ്റെ മുഴുവൻ പ്രവർത്തനത്തിൻ്റെ വ്യവസ്ഥ. ഇതിലെല്ലാം ഒരു കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നു. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെ ഇതിന് നിദാനമാണ്, അല്ലെങ്കിൽ പ്രത്യേകമാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഘടകങ്ങൾ എടുത്തു, ഇനി വിസർജനത്തിൻ്റെ ഒരു സംവിധാനം, അത് വേറൊരു കുടുംബമാണ്. ആ വിസർജനത്തിൻ്റെ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. അതൊക്കെ ഇതേപോലെ ഒരു വലിയ പ്രവർത്തന സജ്ജമാണ് പ്രകൃതിയും. അപ്പം നമ്മൾ ഈ ശരീരത്തിൽ കാണുന്ന ഇതേപോലുള്ള ഒരു പാരസ്പര്യം നമുക്ക് പുറമേ നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി കൂട്ടിച്ചിന്തിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരാളിന് മനസ്സിലാവും ഇതിനെയൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പരമമായ ശക്തിയുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ വേറെ ഏതോ ബാഹ്യമായ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അഹന്തയുടെ ആ ഒരു ഭാവം കൊണ്ടോ ഇതിനെ നിരസിക്കാനും തിരസ്കരിക്കാനുമുള്ള ഒരു ബോധത്തെ നമ്മൾ ബോധപൂർവമോ അല്ലാതെ വളർത്തിയെടുത്തിരിക്കുന്നു. അതുമൂലം എന്തുണ്ടാവുന്നു? അല്പമായി ലഭിക്കുന്ന ചില സ്വാതന്ത്ര്യവും ആ വിശ്വാസത്തിൻ്റെ പുറകെ പോകുമ്പോഴും ശ്രദ്ധിച്ച് ജീവിക്കുമ്പോഴും ഉണ്ടാവുന്ന ആദ്യകാലത്തെ ചില ചെറിയ പ്രയാസങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രാഫിക് റൂൾ അനുസരിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ
ഒരു തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് വലിയ വിഷമമാണ്. പക്ഷേ യാത്രയുടെ ലക്ഷ്യവും മറ്റുള്ളവരെയുടെ ഇതും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാവും. ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനോട് അതെടുക്കരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുതെന്ന് പറയുമ്പോൾ അവന് കാണിക്കുന്ന അസ്വസ്ഥത സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ആനന്ദം, തൻ്റെ ജീവിതത്തെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും തൻ്റെ വളർച്ചയ്ക്ക് നിദാനമായിട്ടാണ് എൻ്റെ മുതിർന്ന ആളുകൾ എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് തിരിച്ചറിയുമ്പോൾ അത് വിരോധമല്ല ഉണ്ടാവുക, പകരം എന്താണ് സ്വീകാര്യതയെക്കുറിച്ച്, എന്നെക്കുറിച്ചുള്ള പരിഗണനയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയെക്കുറിച്ച് നമുക്ക് ആനന്ദമാണ് ഉണ്ടാവുക. ഈ ആനന്ദം അനുഭവിക്കണമെങ്കിൽ എന്തുണ്ടാവണം? തൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും അതിനുവേണ്ടി മറ്റുള്ളവർ ചെയ്ത ആ ത്യാഗത്തെക്കുറിച്ചുള്ള സ്മരണയുണ്ടാവണം. അപ്പോൾ ഒരു സമാജം നിലനിൽക്കുവാനും, അപ്പോൾ രാമകൃഷ്ണദേവനെ പോലുള്ള മഹാത്മാക്കളുടെ ജന്മം കൊണ്ട് പുണ്യമായി ഈ ഭൂമിയിൽ ആ പൂർവ്വ ചൈതന്യത്തെ എത്ര ഭംഗിയായിട്ട് സമാജത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അനേകായിരം ആളുകൾ തപസ് ചെയ്തുകൊണ്ടെന്ന് തിരിച്ചറിയുകയും ഇവരുടെ തപസ്സാണ് എന്നെയും ഈ സമാജത്തെയും ഇങ്ങനെ സംരക്ഷിക്കുന്നത് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്നാണ് അവരുടെ ജീവിതത്തെയും അവരുടെ പ്രവൃത്തികളെയും വായിച്ചോ അല്ലെ അത് അനുഭവിച്ചോ അല്ലെ അവരുടെ ആശ്രമത്തിൻ്റെയോ അന്തരീക്ഷത്തിൽ അത് അനുഭവിക്കാൻ താല്പര്യം ഉണ്ടാവുന്നത്. അല്ല, ഇതെല്ലാം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള ആരുടെയെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞത് അതിനെ മുഖവിലേക്കെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? കൂടുതൽ മൃഗീയമായ ഭാവത്തിലേക്ക് നമ്മൾ അധപ്പതിക്കുന്നു. ഇത് ഒരു തലമുറ സാധിച്ച വിഷയമാണ്. നമ്മൾ പറയും വിദേശ വിദ്യാഭ്യാസം കൊണ്ടാണിത് പ്രവർത്തനം ഉണ്ടായെന്ന് പറയും. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതിലും വലുതാണ്. വിദേശികളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങളിങ്ങനെ ചിന്തയുണ്ടായി, നാട്ടിലുള്ളവരെ ബഹുമാനിക്കാനും നാട്ടിലുള്ള നന്മയെ സ്വീകരിക്കാനുമുള്ളൊരു വൈമുഖ്യമുണ്ടായി. ഇതൊന്നുമല്ല ഇന്നത്തെ അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ നിയന്ത്രണങ്ങൾ കൂടുതലാണെന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുകയില്ലെന്നും വിചാരിച്ചിട്ട് ഒരു നിശ്ചിത അളവിൽ കവിഞ്ഞ് വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ള കുട്ടികളൊക്കെ നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്നത് ജോലി അന്വേഷിച്ചോ കൂടുതൽ ഉയർന്ന കരിയർ ഗ്രോത്ത് ഉദ്ദേശിച്ചിട്ടോ അല്ല. ഈ നാട്ടിൽ നിന്നാലുള്ള നിയന്ത്രണങ്ങളെ അതിജീവിച്ച് സ്വതന്ത്രരായി മൃഗത്തെക്കായാലും കഷ്ടമായി ജീവിക്കാനുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ്. ഇതിനെ അറിഞ്ഞോ അറിയാതെയോ പ്രോത്സാഹിപ്പിക്കേണ്ടവരായി തീരുന്നു നമ്മളിൽ പലരും. തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവൻ്റെ കരിയർ ഗ്രോത്ത് അല്ല അവൻ ഉദ്ദേശിക്കുന്നത്. കൂടെയുള്ളവർ യാതൊരു നിയന്ത്രണവുമില്ലാതെ ജീവിക്കുന്ന പാശ്ചാത്യ ലോകത്ത് പോയി ജീവിക്കുന്നത് കണ്ട് അതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൽ ചിലപ്പോൾ ശമ്പളം കിട്ടിയെന്ന് വരും, പഠിക്കുന്നതോടൊപ്പം ജോലി ചെയ്തു എന്ന് വരും. പക്ഷേ ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? യാതൊരു നിയന്ത്രണവുമില്ലാത്ത മൃഗീയമായ ആനന്ദം. ആനന്ദം എന്ന വാക്കുകയല്ല, മൃഗീയമായ ജീവിതവാസനകൾ. ആ മൃഗീയമായ ജീവിതവാസനകളെ പ്രോത്സാഹിപ്പിച്ച വൈദേശിക സംസ്കാരത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്നൊരു യുവാവ് 30-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ ചെന്നിറങ്ങി. അവിടുത്തെ സ്ത്രീകളുടെ നോട്ടത്തിനും അവരുടെ വികാരമായ പ്രകടനങ്ങൾക്കും മുന്നിൽ പകച്ചു നിൽക്കാതെ അതിനെ അതിജീവിച്ചുകൊണ്ട് സ്വയം തപശക്തിയും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിനെ അതിജീവിച്ചപ്പോൾ എന്തുണ്ടായി? സംസ്കാരത്തിൻ്റെ ബലം കണ്ടു. ആ സംസ്കാരത്തെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും പാശ്ചാത്യ സംസ്കാരത്തെ അതിജീവിച്ചുകൊണ്ട് പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ ആധ്യാത്മിക ബലം എന്തെന്ന് കാണിച്ചു തന്ന വിവേകാനന്ദനെ അധിക്ഷേപിച്ചുകൊണ്ട് സർവ്വസാധാരണമായ കുടുംബങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദേശത്ത് പോയി സ്വന്തം ജീവിതവും സ്വന്തം സമൂഹത്തെയും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ എവിടെയാണ് ഭീതികരമായ അവസ്ഥ? അന്നത്തെക്കായാലും ഭീതികരമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയേണ്ടി വരും. ഇത് സംഭവിക്കുന്നത് സാധാരണ കുടുംബങ്ങളിലാണ്. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലല്ല. അവരിപ്പോഴും നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അവർ വിദേശത്ത് വിദ്യാഭ്യാസം നടത്തിയെന്നുണ്ടെങ്കിലും ശ്രീപത്മനാഭനെ നിഷേധിച്ചൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല. രാജകീയ സൗകര്യങ്ങളോടെ ജീവിച്ചതല്ല പ്രശ്നം, സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചതല്ല പ്രശ്നം. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിൽ നശിക്കേണ്ട കുടുംബം ഏതാണ്? രാജകുടുംബമാണ്. പക്ഷേ ഇന്നും രാജകുടുംബം നശിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ശ്രീപത്മനാഭൻ, ശ്രീപത്മനാഭദാസൻ. അതാരാ അവിടെ ഉറപ്പിച്ചത്? നാം ഇന്ന് ഭരണസാരഥ്യമൊക്കെ വഹിച്ച് നമ്മൾ അവരിൽ നിന്നൊക്കെ എത്രയോ ഉയരത്തിലെത്തിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ അഹങ്കാരം എന്താണ്? നമ്മുടെ പത്മനാഭൻ എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ജോലിയും വേലയൊക്കെ വാങ്ങിത്തരുന്ന പത്മനാഭനായി ക്ഷേത്രത്തിലും നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ കുടുംബത്തിലെ പത്മനാഭൻ എവിടെയോ ഒളിഞ്ഞുമിരിക്കുന്നു. അപ്പോൾ ജോലി വാങ്ങിത്തരുന്ന പത്മനാഭനും
കുടുംബത്ത് സംസ്കാരത്തെ ഉണക്കിത്തരുന്ന പത്മനാഭനും എല്ലാം നിന്റെ തന്നെ ഉള്ളിലുണ്ടെന്നും അതിൻ്റെ പ്രതിരൂപം മാത്രമാണ് ഈ പത്മനാഭനെന്നും ഒരു തിരിച്ചറിവ് എൻ്റെ മുന്നിൽ പോയി എൻ്റെ തലമുറയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം പറയുന്നത് അവരെക്കായാലും നാം പിന്നിലാണ് നിൽക്കുന്നത് എന്ന്. ഇതിനെ അറിഞ്ഞുകൊണ്ടാണ് ഒരു ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന സമയത്ത് നാം നിർവഹിക്കപ്പെടേണ്ട ഒരു വലിയ കടപ്പാടിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. 5 കടം അത് നമുക്ക് വിശദീകരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മളിവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഈ 5 കടങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയും. ആചാര പ്രഭോ ധർമ്മ എന്നാണ്. നമ്മൾ ധർമ്മം ബോധമുള്ളവരായി തീരണമെങ്കിൽ ആചാരങ്ങൾ ഉണ്ടായേ മതിയാവുള്ളൂ. ആചാരങ്ങൾ അനാചാരങ്ങളാകാതെ സൂക്ഷിക്കണം, അത് ശരിയാണ്. പക്ഷേ ആചാരത്തിൻ്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ച് സ്വയം അവബോധം വന്നാൽ ആചാരത്തിലെ അനാചാരങ്ങൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ആചാര പ്രഭോ ധർമ്മ, ധർമ്മം ആചാരത്തിൽ നിന്നേ വരികയുള്ളൂ. ആചാര പരമോധർമ്മ, പരമമായ ആചാരം എന്ന് പറയും ധർമ്മം എന്ന് പറയുന്നത് ആചാരം തന്നെയാണ്, യാതൊരു സംശയക്കാര്യത്തിലില്ല. ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വന്തം കുടുംബത്തിൽ ഓരോരോ നിസ്സാര കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പൂർവികർ ആചരിച്ചു വന്നത്. അത് അവരുടെ അന്ധവിശ്വാസവും അവർക്ക് കൂടുതൽ സമയം കിട്ടിയത് കൊണ്ടുമല്ല, നമ്മളെപ്പോലൊക്കെ തന്നെ അവർക്കും സമയത്തിൽ ക്ലിഷ്ടതയുള്ളവരായിരുന്നു. അവരുടെ ആ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സ്വഭാവം അവരുടെ മനോനിയന്ത്രണം എന്നുള്ളതിൽ ആത്മനിയന്ത്രണം എന്നുള്ളതിൽ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആഗ്രഹ നിയന്ത്രണം യാതൊരു സംശയമില്ല. ആഗ്രഹ നിയന്ത്രണമാണ് രാമകൃഷ്ണ പ്രസ്ഥാനങ്ങളിലൂടെ വന്നിട്ടുള്ള എല്ലാ ഗൃഹസ്ഥന്മാരുടെയും ഏറ്റവും പ്രധാനമായ അനുഗ്രഹം എന്തായിരുന്നു? ആഗ്രഹ നിയന്ത്രണം. അനാവശ്യമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെപ്പോൾ സാധിക്കുന്നുവോ ആ സാധ്യതയിൽ നിന്ന് ആ ആളിലുണ്ടാകുന്ന തൃപ്തി, ആ തൃപ്തി ആ കുടുംബത്ത് അനുഭവപ്പെടുന്ന തൃപ്തിയായി വളരുകയും അത് ആ സമാജത്തിൽ എല്ലാവരുടെയും ആശ്രയ സ്ഥാനമായി അതിനെ വളർത്തുകയും ചെയ്തിരുന്നു. ആ തൃപ്തിയിൽ നിന്ന് മാത്രമേ പെൺപള്ളിക്കൂടത്തിന് വേണ്ടി ഇത്രയും സ്ഥലം നീക്കി വെക്കാനൊരു ബോധമുണ്ടാവും. ആ തൃപ്തിയിൽ നിന്ന് മാത്രമേ ഞായറാഴ്ച ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ ആശ്രമത്തിൽ പോയിരിക്കാം എന്ന് തോന്നുകയുള്ളൂ. ആ തൃപ്തിയിൽ നിന്ന് മാത്രമേ അല്പം എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് സമാജത്തിന് ചെലവാക്കണമെന്ന് തോന്നുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള 5 ധർമാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശ്വരനോടുള്ള കടം വീട്ടൽ, ദേവയജ്ഞം. ഈ ദേവയജ്ഞത്തിലാണ് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു. ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ദേവയജ്ഞത്തിലെ പരമപ്രധാനമായ കാര്യം നാമജപമാണ്. ദേവയജ്ഞം കഴിഞ്ഞാൽ ഋഷിയജ്ഞം. ആ ഋഷിയുടെ പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നാം ഇന്ന് ഇവിടെ ഇരിക്കുകയാണ്. കാരണം അവർ ത്യാഗോജ്വലമായ ആ ജീവിതം നയിച്ചത് ഈ സമാജത്തെ ശക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്മരിക്കണ്ടേ? ഈ സ്മരണ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണ്ടേ? ഇത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ DNA അത് പുറത്തു പോകും. ഇത് നമ്മളിൽ ശ്രവിക്കാത്തതുകൊണ്ടാണ്, നമ്മുടെ DNA ഇല്ലാത്തതാണ് പ്രശ്നമായത്. ആ യജ്ഞം നാം പൂർത്തിയാക്കുന്നില്ല. പഠിക്കുന്നുണ്ടോ? പഠിപ്പിക്കുക. ഇത് രണ്ടും വേണം. സ്വാധ്യായം വേണം. അത് യജ്ഞമാണ്. ആ യജ്ഞം ചെയ്യണം. അപ്പം ദേവയജ്ഞത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് ഋഷിയജ്ഞം. ഇതേപോലെ ദിവസേന ചെയ്യേണ്ട യജ്ഞത്തിൽ 3ാമത്താണ് പിതൃയജ്ഞം. പിതൃയജ്ഞം മരിച്ചു കഴിഞ്ഞ് പോസ്റ്റ് ഇത് കിട്ടുന്നതല്ല. സ്മരണ എന്താണ്? അവർ ശ്രാദ്ധം ശ്രദ്ധയോടെ അവരെ പരിചരിക്കുക. ശ്രാദ്ധം, തർപ്പണം, അവർക്ക് തൃപ്തിയെ ചെയ്യുക. അപ്പോൾ തൃപ്തിയെ കൂടെ ആ ജന്മം തന്ന കൺകണ്ട ദൈവങ്ങളായ അവർക്ക് തൃപ്തിയെയും അവർക്ക് ശ്രദ്ധയെയും കൊടുക്കുന്നത് തർപ്പണം, ശ്രാദ്ധം. ഇത് പാരമ്പര്യമാണ്. എൻ്റെ ഈ ശരീരം മാത്രമല്ല അമ്മ തന്നത്, അച്ഛൻ തന്നതേ. അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഞാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണത്തോടൊപ്പം അവരുടെ സ്വഭാവവും ചിന്തയും എല്ലാ ബോധവും എനിക്ക് വന്നിട്ടുണ്ട്. അവരിൽ അതെത്തിയത് അവരുടെ തലമുറ. ഇപ്പോൾ 7 തലമുറ എന്നാൽ DNA കോമ്പിനേഷൻ അനുസരിച്ച് 23, 11 കണക്ക് കറക്റ്റാണ്. DNA കോമ്പിനേഷൻ ശാസ്ത്രം അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞു 7 തലമുറയുണ്ട് ഈ ബോധത്തിൽ, ഈ ശരീരത്തിൽ. യജ്ഞം വേണം, ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഒരു ബോധം വേണം. അത് പിതൃയജ്ഞമാണ്. അതേപോലെ തന്നെ നൃയജ്ഞം. കൂടെയുള്ളവരെ കാണണ്ടേ? അന്നദാനം കൊടുത്തും മറ്റുള്ളവരെ സംരക്ഷിച്ചും അല്ലേ? അടുത്ത് നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ എന്ന് ഉള്ളൂർ പാടിയത് ആരെക്കുറിച്ചാണ്? നമ്മളെയൊക്കെ കുറിച്ച് തന്നെ. എന്തൊക്കെ നമ്മൾ സമ്പാദിക്കണം, എന്തൊക്കെ നമ്മൾ സ്വരൂപിക്കണം, പക്ഷേ സ്വന്തം സഹോദരന്മാരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് ചിന്തിക്കില്ല. ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായച. എൻ്റെ ആത്മാവിൻ്റെ മോക്ഷം എന്ന് പറഞ്ഞ് സമാജത്തിൻ്റെ മോക്ഷമാണെന്ന് ചിന്തിച്ചില്ലേ ഒരു സമാജം മുഴുവൻ? അതിൻ്റെ ഫലമല്ലേ ഇരിക്കും നമ്മൾ. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. ഈ പ്രകൃതിയെ മുഴുവൻ സഹജമാക്കി നമുക്ക് തന്ന ഈ പ്രകൃതിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? പ്രത്യക്ഷത്തിൽ നാം കാണുകയല്ലേ ഈശ്വരനെ ഇവിടെയല്ല. ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു, പക്ഷേ ആ മഴയ്ക്ക് വേണ്ടി എന്ത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. ആ ഒരു തുള്ളി വെള്ളം ഇവിടെ എത്താൻ എന്ത് പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ട്?
അതിൻ്റെ പിന്നിലെ ശക്തി എത്ര വലുതാണ്. ഇവിടുന്ന് ആവിയായിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് സമയമാകുമ്പോൾ ഇവിടെ എത്തിച്ച്, ഓ സയൻസാണ്. അതെന്താണെന്ന് പഠിക്കാൻ സയൻസ് മതി. അതിൽ ആരാണെന്ന് പഠിക്കാനുള്ള സയൻസ് നിസ്സാരമല്ല. എന്താണെന്ന് പഠിക്കാൻ കഴിയും, പക്ഷെ അവിടെ ആരാണെന്ന് പഠിക്കാനുള്ള സയൻസ് സാധാരണയായിട്ട് കിട്ടില്ല. പ്രകൃതിയോടുള്ള സഹജമായ വാസനയിൽ കാവും കുളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണോ? ഗോവർദ്ധനത്തെ പിടിച്ച ഭഗവാനെ തൊഴുന്നത് തെറ്റാണോ? കാളിയനെ മർദ്ദിച്ചത് കണ്ടപ്പോൾ കാളിയനിലൂടെ എന്ത് തത്വത്തെയാണ് പ്രഖ്യാപിച്ചത്? ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടതെന്നും മഴയെ തരുന്ന ഗോവർദ്ധനത്തെയാണെന്നും ഗോവിനെ വർദ്ധിപ്പിക്കേണ്ട ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞപ്പോൾ നമുക്ക് കാടനും പിന്നെ കുഴലൂത്തുകാരനും വീണവായനക്കാരനും എന്നൊക്കെ പറഞ്ഞു, അല്ല വേണൂതി നടന്നവനെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? പ്രകൃതിയുടെ നാദത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഈ പ്രകൃതിയെ നിഷേധിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ തലമുറ. പക്ഷേ വേഷം കെട്ടി ആടുമ്പോഴും നൃത്തമാടുമ്പോഴും തത്വം ഉൾക്കൊള്ളാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു തലമുറയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. മത്സരവേദിയിൽ കൃഷ്ണനാകുമ്പോഴും ജീവിത മത്സരത്തിൽ കൃഷ്ണനെ മറക്കേണ്ടി വരുന്ന ഒരു ദുരയോഗം നമ്മുടെ തലമുറ അനുഭവിക്കുന്നു. അപ്പോൾ കൃഷ്ണനെ അറിഞ്ഞാടാൻ കഴിയുന്നില്ല. രാമൻ ക്ഷത്രിയനായി വന്നു, കൃഷ്ണനും ക്ഷത്രിയ ഭാവത്തിൽ ശത്രുക്കളെ വേട്ടയാടിയെങ്കിൽ, ശത്രു സംഹാരം നടത്തിയെങ്കിൽ രാമകൃഷ്ണൻ ഒരിക്കലും ഒരു ശത്രുവിനെയും കണ്ടില്ല. ആ ശത്രുവിനെയും മിത്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന തത്വത്തിലേക്ക് വന്നപ്പോൾ ആ രാമകൃഷ്ണനെ തിരിച്ചറിയാൻ കൃഷ്ണനെക്കുറിച്ച് പഠിച്ചാൽ മാത്രം പോരാ, രാമനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, രാമകൃഷ്ണനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. ഒരു വലിയ ദൗത്യമാണ് ഈ 5 യജ്ഞങ്ങൾ. നമുക്കൊരു വേറൊരു ദിവസം പറയേണ്ട വിഷയമാണ്. ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, അതായത് സമാജത്തെ രക്ഷിക്കുക. 5 ലക്ഷത്തിൻ്റെ മതിലും ഒരു 3 ലക്ഷക്കാരന് വീട് വെച്ച് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. സ്വന്തം വീടിനെ സുരക്ഷിതമാക്കുമ്പോൾ സമാജത്തിൻ്റെ സുരക്ഷ നമ്മൾക്ക് കയ്യിലാണ്. ഈശ്വരൻ തന്നതിനെ നിഷേധിക്കുകയല്ല, തന്നതിൻ്റെ ഒരു പങ്ക് സമാജത്തിന് തിരിച്ചു കൊടുത്ത് ആത്മസമർപ്പണത്തോടെ ജീവിക്കുക. ഇത് ഞാൻ ചെയ്യുന്ന കണ്ടേ എൻ്റെ മകന് പഠിക്കാൻ പറ്റും. എൻ്റെ പ്രഭാഷണം കൊണ്ടൊരു എൻ്റെ മകൻ നന്നായി എന്ന് വിചാരിക്കരുത്. എൻ്റെ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നേ അത് പഠിക്കുകയുള്ളൂ. നൃയജ്ഞം, ഇതാ എൻ്റെ സമൂഹത്തിൻ്റെ ബലം, നമ്മുടെ കുടുംബങ്ങളുടെ അന്നദാനത്തിൻ്റെ ബലമാണ് അല്ലേ? വിശാഞ്ചേട്ടനൊക്കെ അറിയാം, ആ കുടുംബത്തിൽ നിന്നൊരു മകനെയാണ് കൊടുത്തത് സമാജത്തിന്. ഇതായിരിക്കട്ടെ, അതൊന്നും അടുത്ത തലമുറയ്ക്കിന് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരും മറ്റുള്ളവരുടെ മുന്നിൽ അത് അപഹാസ്യമാണ്. ഇരുന്ന തലം ആശ്രമത്തിന് എഴുതി കൊടുത്തിട്ടാണ്ടായാലും അതിലേലും നടക്കുന്നു, ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇന്ന് എത്ര വില കിട്ടായിരുന്നു ഒരേ സ്ഥലം എഴുതി കൊടുത്തേച്ച്, എന്തുണ്ടായി ഇതാണ്ട് കാടും പിടിച്ച് കിടക്കുന്നു. അതെ, ആ കാടിനുള്ളിൽ ഒരു ചൈതന്യം ഉണ്ടാവും. എടുക്കാൻ പഠിപ്പിച്ച ശാസ്ത്രം വളരെ വിപുലമായി, പക്ഷെ കൊടുക്കാൻ പഠിപ്പിച്ച ശാസ്ത്രം നിലനിൽക്കുന്നില്ല. എടുക്കാൻ പഠിപ്പിച്ച ശാസ്ത്രത്തിനപ്പുറത്ത് കൊടുക്കാൻ പഠിപ്പിച്ച ശാസ്ത്രം നിലനിന്നപ്പോഴാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തുവിന് തത്വമുണ്ടായത്. അത് സാധാരണക്കാരന് മനസ്സിലാകില്ല ഭാഷ. ആ ഭാഷ മനസ്സിലാകണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ബോധം ഉണ്ടാവണം. ആ ബോധത്തെ വിളിക്കുന്ന പേരാണ് കൃഷ്ണൻ, ആ ബോധത്തെ വിളിക്കുന്ന പേരാണ് രാമൻ, ആ ബോധത്തെ വളർത്തിയെടുക്കുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് സനാതനധർമ്മം. ഒരു യജ്ഞം കൂടി ബാക്കിയുണ്ട്, അത് ഭൂതയജ്ഞമാണ്. പക്ഷെ അത് സാധാരണക്കാരോട് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാകില്ല. വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കാൻ വീട്ടിൽ വളർത്തുന്ന ജീവിയെ തല്ലിക്കൊന്ന് മകന് കൊടുക്കുമ്പോൾ അതിൻ്റെ ആഘോഷത്തിൽ അവനത് വാരിക്കൊടുത്ത് ഫോട്ടോ എടുത്ത് ലൈക്ക് കിട്ടിയപ്പോൾ ആനന്ദിക്കുന്നവരുടെ മുന്നിലാണ് നമ്മളിത് പറയുന്നതെന്ന് ഓർമ്മ വേണം. മകൻ 5 വയസ്സായതിന് ആദ്യം ദുരിതം അനുഭവിക്കുന്ന ആരാണ്? വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ജീവിയാണ്. അപ്പോൾ ഇത് പക്ഷെ അവൻ്റെ കഴുത്തെ കിടക്കുന്ന സാധനം ചിലപ്പോൾ ഏലസ് ആയിരിക്കും. ഭഗവാൻ മഹാദേവൻ്റെ ഏലസ് കെട്ടിയിട്ടാണ് കാളയൊക്കെ തിന്നുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് തമ്മിൽ യോജിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഭക്ഷണം പക്ഷേ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ആരോഗ്യസ്ഥിതി 30-ാം വയസ്സിൽ തകർന്നു. പക്ഷേ കഴിഞ്ഞ തലമുറ 95-ഉം 98-ഉം വയസ്സിൽ ഊർജ്ജസ്വലമായി നടക്കുന്നു. അപ്പോൾ ഭൂതയജ്ഞം സൃഷ്ടിച്ച തരംഗം ഇന്ന് നിലനിൽക്കുകയാണ്. ഉറുമ്പിന് ഓണം കൊടുത്തും പശുവിന് ഓണം കൊടുത്തതിന് ശേഷം മാത്രം നിലയിട്ട് വിളമ്പിയപ്പോൾ, നിലത്തിരുന്ന് ആഹാരം കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ വളയിട്ട് അമ്മമാർ വിളമ്പിയപ്പോൾ ആ ആഹാരത്തെ ആരും നിന്ദിച്ചില്ല. പക്ഷേ ഇന്ന് വീട്ടിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം. രാമകൃഷ്ണദേവൻ ബിസിനസ്സുകാരുടെ പൈസ വാങ്ങില്ലായിരുന്നു കേട്ടോ. ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെന്ന് വിചാരിക്കരുത്, ഞാൻ വേറെ പറഞ്ഞില്ല. എന്താ കാരണം? അവർ ദുരാഗ്രഹികളാണ്. സാധാരണ അർത്ഥത്തിൽ ബിസിനസ് നടത്തിയാലേ വിജയിക്കില്ല, അതുകൊണ്ട് എനിക്ക് ആ പണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ശരിയാണോ? എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഒരു ഹോട്ടൽ നടത്തിയാൽ ഹോട്ടലിൽ അരി കഴുകിയിട്ട് അടുപ്പിലിടുന്ന ആളിൻ്റെ ചിന്ത എന്താ? ഇത് വിറ്റ് അത് പൂർണ്ണമായിട്ട് വിറ്റ് പണമാവണമെന്നല്ലേ? അമ്മ അരി അടുപ്പിലിടുന്നത് ആ ബോധത്തിലാണോ? അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു സങ്കല്പമുണ്ട്. ഈ സങ്കല്പം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അംശത്തിലും ഇതുണ്ട്. അതിലെ മൂന്നായിട്ട് തിരിച്ചാൽ ഒരംശം മലമായിട്ട് താഴേക്ക് പോകുന്നു, ഒരംശം മാംസമായി ശരീരത്തിൽ പ്രവേശിക്കുന്നു, ഒരംശം സൂക്ഷ്മമായി മനസ്സിൽ പ്രവേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് നമുക്ക് രൂപപ്പെട്ടു വരുന്ന മനസ്സ് ഏത് തരത്തിലുള്ളതായിരിക്കും? മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷിയോഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കർമ്മങ്ങൾക്ക് ബോധമുണ്ടാകാതിരിക്കുകയും നമുക്ക് താല്പര്യമുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിന് സാഹചര്യമുണ്ടോ? അപ്പോൾ പറയും വിവേകാനന്ദൻ മത്സ്യം കഴിച്ചിരുന്നു, അത് ആ ഭാവത്തിലുള്ളവനെ. അപ്പോൾ ഈ യജ്ഞ സംസ്കാരത്തിലേക്കുള്ള വരവിനെയാണ് രാമകൃഷ്ണദേവൻ ശ്രദ്ധിച്ചു കൊണ്ടു നടന്നത്. ആ യജ്ഞ സംസ്കാരത്തിലേക്കുള്ള വരവിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ തന്ന ആ മഹത്തായ ഗ്രന്ഥമാണ് വചനാമൃതം. അത് വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതിങ്ങനെ, ഞാനത് ഉപദേശിക്കാൻ ആളല്ല, കാരണം ഇരിക്കുന്നതിൽ ആരും എന്നെക്കായാലും പ്രായം കുറഞ്ഞവരാരും ഇല്ലയെന്ന് എൻ്റെ തോന്നുന്നത്. അതുകൊണ്ട് ഞാനത് ഉപദേശമായിട്ട് പറഞ്ഞല്ല. വചനാമൃതത്തെ ഒന്ന് സ്മരിക്കുക, ആ വചനാമൃതത്തിലൂടെ ഒന്ന് പോവുക. വചനാമൃതം നമ്മളിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ യഥാർത്ഥമായിട്ടുള്ള ഭാവം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ആ ശ്രമം നടക്കുന്ന